ഹലോ വെൽക്കം ബാക്ക് ടു സൊല്യൂഷൻസ് ആൻഡ് വ്യൂസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്നത്തെ വീഡിയോ ഒരു ടേബിൾ ടോപ്പ് കലണ്ടറാണ്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരുപാട് ദിവസമായി, തിരക്കുകൾ കാരണം അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാനിവിടെ 2021 കലണ്ടർ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇത് ഓരോ മന്തായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാ മന്ത്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കളർ പേപ്പേഴ്സ് കൂടെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ച് ഈ കലണ്ടറൊക്കെ ഈ കളർ പേപ്പറിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ഈ ഓരോ മന്തിലെയും കലണ്ടർ ഓരോന്നായിട്ട് ഈ കളർ പേപ്പറിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 6 കളർ പേപ്പറേ എടുത്തിട്ടുള്ളൂ. 6 മന്ത്സ് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി 6 മന്ത്സ് ഈ കളർ പേപ്പറിന്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സിക്സ് മന്ത്സ് ഇവിടെ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി 6 മന്ത്സ് കൂടെ ഇതിന്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ജനുവരിയുടെ ബാക്കിൽ ഡിസംബർ, ഫെബ്രുവരിയുടെ ബാക്കിൽ നവംബർ, അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുൾ മന്ത്സും ഇവിടെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് പീസാണ്. ഒരെണ്ണം വലുതും ഒരെണ്ണം കുറച്ച് ചെറുതുമാണ്. മെഷർമെന്റ് ഒന്നുമില്ല, ഏകദേശം ഒരു ഐഡിയ അനുസരിച്ചിട്ട് എടുക്കുക. ഈ കലണ്ടർ ഹാങ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കാർഡ്ബോർഡ് പീസ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി കളർ പേപ്പർ വെച്ചിട്ട് ഈ കാർഡ്ബോർഡ് പീസ് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. അങ്ങനെ ഞാൻ വലിയ പീസ് ഇവിടെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ പീസും കവർ ചെയ്തെടുക്കാം. ഇനി ചെറിയ കാർഡ്ബോർഡ് പീസ് വലിയ പീസിന്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടി ഗ്ലൂ ഗണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി കലണ്ടർ നമുക്ക് ഈ സ്റ്റാൻഡിലോട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലൊരു ക്ലിപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു അട്രാക്ഷന് വേണ്ടി ഞാൻ കുറച്ച് പിക്ചേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിൽ 2021 കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്.
മന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ മന്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ടേബിൾ ടോപ്പ് കലണ്ടറിന്റെ പണി. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു കലണ്ടറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ക്രാഫ്റ്റുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഫ്രം സൊല്യൂഷൻസ് ആൻഡ് വ്യൂസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.